പണ്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാര് സ്ത്രീ പുരുഷ സമത്വം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഇന്റർപ്രിട്ടേഷൻ വന്നപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല, സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇന്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനങ്ങൾ വന്നതാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ കുഴപ്പം എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് ഏത് മഹാനായിക്കോട്ടെ, ചരിത്രം എടുത്ത് നോക്കിക്കോളൂ, അവരൊന്നും മോശം പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള ഇന്നും ഈ കാലഘട്ടത്തിലും ഇതിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ വളരെ കുഴപ്പമുള്ള രീതി, സ്ത്രീകളെ തളച്ചിടേണ്ടതാണ്, അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളല്ല, അതൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അവിടെയും പുരുഷന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ സ്ത്രീയുടെ കാര്യം മാത്രം പറയുമ്പോൾ, നമ്മുടെ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ പുരുഷന്റെ കാര്യം ഡിസ്കസ് ചെയ്യണം. നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് അവകാശങ്ങളെ കുറിച്ചാണ്. ഏത് രംഗത്തായാലും വിദ്യാർത്ഥികളുടെ അവകാശം, സ്ത്രീകളുടെ അവകാശം, അങ്ങനെ പോകുന്നു. തൊഴിലാളികളുടെ അവകാശം. ഇവിടെ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും അവകാശങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവടായിരിക്കണം, അതിനെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും ആയിരിക്കണം. പക്ഷേ കടമകളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് പലപ്പോഴും പലരും മറക്കുന്നു.